ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഇന്നേ ദിവസം ക്രിസ്തുവിൻ്റെ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാകുന്നു. യേശു പ്രാർത്ഥിച്ച ശേഷം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നിട്ട് അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഇതാണ്: ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകുന്നു: ചിലർ സ്നാപയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചില പ്രവാചകന്മാർ ഒരുവൻ എന്ന് പറയുന്നു. അപ്പോൾ യേശു ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകുന്നു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, അവനെ ഏറ്റുപറയുവാനുള്ള ദൗത്യമാണ് സുവിശേഷം തരിക. ക്രിസ്തു എനിക്ക് ആരാണ്? ചോദ്യം ലളിതമാണെങ്കിലും ഉത്തരം അത്ര എളുപ്പമല്ല. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവിനെ രക്ഷകനായി, രാജാവായി, നേതാവായി, ഗുരുവായി, റബിയായി, പ്രവാചകനായി ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പലർക്കും പല രീതിയിൽ ക്രിസ്തുവിനെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു സൗഖ്യം നൽകിയപ്പോൾ അവർക്ക് അവൻ സൗഖ്യദായകനായി. ഹൃദയത്തിൽ ആശ്വാസം നൽകിയപ്പോൾ അവൻ ആശ്വാസത്തിൻ്റെ കൃപയായി മാറി. ക്രിസ്തു അപ്പം മുറിച്ച് നൽകിയപ്പോൾ വിശന്ന് വലഞ്ഞ ആ ജനം വിശപ്പടക്കുന്ന അപ്പം നൽകുന്ന നന്മയുടെ അടയാളമായി മാറി ക്രിസ്തു. ജീവിതത്തിൽ പാപമോചനം നൽകി ക്രിസ്തു കടന്നു പോകുമ്പോൾ അവർക്കെല്ലാവർക്കും പാപമോചനത്തിൻ്റെ ആത്മീയ അനുഭവമായി. ക്രിസ്തുവിൻ്റെ വചന സന്ദേശത്തിലൂടെ അനേകർക്ക് അവൻ ആശ്വാസത്തിൻ്റെ കൃപയായി മാറി. മാനസാന്തരത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷ കാണാൻ അത് കാരണമായി. എന്നാൽ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കപ്പെടുന്നു: ക്രിസ്തു നിനക്ക് ആരാണ്? ഇത് ഒരു വളരെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ക്രിസ്തു ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അവനും അവൾക്കും ആരാണ് എന്നത് ഏറ്റവും ന്യായമായ ഒരു ചോദ്യവും ഉത്തരം നൽകാൻ നമ്മൾ കടപ്പെട്ടു വരുമാണ്. ക്രിസ്തുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാനും അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുവാനും അവിടുത്തെ സ്നേഹത്തണലിൽ അഭയം കണ്ടെത്താനും നമുക്ക് സാധ്യമാകണം. ക്രിസ്തു നമുക്ക് ഏതെങ്കിലും പ്രത്യേക വ്യക്തി മാത്രമാകരുത്. പ്രത്യേകിച്ച് എൻ്റെ ആവശ്യ നേരത്ത് അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായോ, എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റി തരുന്ന ഒരു വ്യക്തിയായോ, ജീവിതത്തിൽ സൗഖ്യം നൽകുന്ന ഒരു വ്യക്തിയായോ മാത്രം നാം ക്രിസ്തുവിനെ കാണരുത്. അതിനപ്പുറം ക്രിസ്തു നമുക്ക് ജീവിതത്തിൽ പരമപ്രാധാന്യമുള്ള ഇടമാകണം. ക്രിസ്തുവിന് നാം ജീവിതത്തിൽ നൽകേണ്ട സ്ഥാനവും അപ്രകാരമാകണം. ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം ക്രിസ്തുവുമായി സ്ഥാപിക്കുവാനും നമ്മൾ എല്ലായ്പ്പോഴും പരിശ്രമിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹകരങ്ങളിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുരക്ഷിതവും നന്മ നിറഞ്ഞതുമാകും. അവനോട് കൂടി ആയിരിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നന്മയും മനസ്സിലാകുകയുള്ളൂ. നാം വിളിക്കപ്പെട്ടതും കൂടി ആയിരിക്കാനാണല്ലോ. കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ കൂടുതൽ സ്നേഹിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. ആകയാൽ നമുക്കും ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവിടുത്തെ എപ്പോഴും കരുതുവാനും ആ സ്നേഹബലം അനുഭവിക്കുവാനും പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.